നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെന്നായ ഭീതിയിൽ വിറങ്ങിലിച്ച് ഒരു ഗ്രാമം. ഉത്തർപ്രദേശിലെ മഹാസി സബ് സോണിന്റെ കീഴിലുള്ള ബഹ്റൈച്ച് ജില്ലയിലാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആളുകൾ ഉറക്കമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ചെന്നായ കൂട്ടത്തിന്റെ ആക്രമണമാണ് ഇതിനുള്ള പ്രധാന കാരണം. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിൽ നരഭോജി ചെന്നായകൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 7 കുട്ടികളെ അടക്കം 8 പേരെയാണ് ചെന്നായ്ക്കൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഓപ്പറേഷൻ ഭേദി എന്ന പേരിൽ 25 അംഗ വനവകുപ്പ് സംഘത്തിന്റെ 72 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് നരഭോജികളായ 4 ചെന്നായ്ക്കൾ വലയിലായത്. ചെന്നായ്ക്കളുടെ ആക്രമണത്തിൽ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി ചെന്നായുടെ ആക്രമണത്തിൽ പിഞ്ചു കുഞ്ഞ് കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ 2 മാസത്തോളമായി പ്രദേശത്ത് നരഭോജി ചെന്നായ്ക്കളുടെ ഭീഷണി നേരിടുകയായിരുന്നു. വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് കഴിഞ്ഞ 45 ദിവസത്തിനിടെയാണ് 8 പേർ കൊല്ലപ്പെട്ടത്. 1 വയസ്സ് മുതൽ 8 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടവരിലേറെയും. ഏറെ നാളായി പ്രദേശവാസികൾ ഉറക്കമില്ലാതെ കാവൽ നിൽക്കുകയായിരുന്നു. കുട്ടികളുമായി വെളിയിൽ കിടന്നുറങ്ങരുതെന്ന് പ്രദേശത്തെ അമ്മമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് സാരിത്തുമ്പിലേക്ക് ഒതുക്കി കൂടെ ചേർത്ത് കിടത്തിയായിരുന്നു ഉറങ്ങിയിരുന്നത്. സംഘം ചേർന്നും ഒറ്റയ്ക്കും എത്തി കുട്ടികളെ ആക്രമിച്ചെടുക്കുകയും കടിച്ചെടുത്ത് കൊണ്ടുപോകുകയുമായിരുന്നു ചെന്നായ്ക്കൾ. ശല്യം രൂക്ഷമായതോടെയാണ് സർക്കാർ ഓപ്പറേഷൻ ഭേദി എന്ന പേരിൽ സംഘത്തെ നിയോഗിച്ചത്. ഇതിലാണ് ഇപ്പോൾ 4 ചെന്നായ്ക്കളെ പിടികൂടിയതെന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. ഇനിയും ചെന്നായ്ക്കൾ പ്രദേശത്തുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അത്യാധുനിക സംവിധാനങ്ങൾ അടക്കം ഉപയോഗിച്ചായിരുന്നു വനവകുപ്പിന്റെ തെരച്ചിൽ. രാത്രി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡ്രോൺ, വല, മയക്കുവെടി അയക്കാനുള്ള ഉപകരണങ്ങൾ അടക്കം സംഘം കയ്യിൽ കരുതിയിരുന്നു. അടുത്തിടെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ വേട്ടയായിരുന്നു ഇതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പ്രദേശത്ത് കറങ്ങി നടക്കുന്ന ചെന്നായ്ക്കൂട്ടം രാത്രി ടൗണിൽ കയറി വീടുകളിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ പിടിച്ചുകൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോകുന്നു എന്നതാണ് പരാതി. കഴിഞ്ഞ 40 ദിവസത്തിനിടെ ഏകദേശം 30 ആക്രമണങ്ങൾ ഉണ്ടായതായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അജിത് പ്രതാപ് സിംഗ് അറിയിച്ചു. ചെന്നായ്ക്കൾ വീട്ടിൽ ഉറങ്ങുന്ന കുട്ടികളെ ആക്രമിക്കുകയും അവരെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വനവകുപ്പും പോലീസും പ്രദേശവാസികളും ചേർന്ന് രാത്രികാല പട്രോളിങ്ങിനെ തുടർന്ന് ചെന്നായ്ക്കൾ ആക്രമണ രീതിയിൽ മാറ്റം വരുത്തിയതായും സിംഗ് പറഞ്ഞു. ഏതായാലും ഈ ഒരു ചെന്നായുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മരണകാരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. റിപ്പോർട്ട് അനുസരിച്ച് ജൂലൈ 17-നായിരുന്നു ആദ്യ ആക്രമണം ഉണ്ടായത്. ബഹ്റൈച്ചിലെ മഹാസി ബ്ലോക്കിന് സമീപത്ത് 30 ഗ്രാമങ്ങളിലെ ജനങ്ങൾ കൂടി ഭീതിയുടെ നിഴലിലാണ്. ചെന്നായ്ക്കളെ പിടികൂടാൻ തെർമൽ ഡ്രോണുകളുടെ സഹായത്തോടെ വനംവകുപ്പ് 9 അംഗ സംഘത്തെ നിയോഗിച്ചു. ഇതുവരെ പിടികൂടിയ 3 ചെന്നായ്ക്കളെ വനംവകുപ്പ് ലക്നൌ മൃഗശാലയിലേക്ക് മാറ്റിയിട്ടുണ്ട്.